ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിൻലി ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ വീക്ക്ലി അനാലിസിസ് വീഡിയോ നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി സെൻസെക്സിന്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഐ ബട്ടണിൽ കാർഡിൽ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇന്നലത്തെ വീക്ക്ലി അനാലിസിസ് വീഡിയോ കാണാവുന്നതാണ്. കാര്യം ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒക്കെ മാർക്കറ്റിൽ സംഭവിച്ചാൽ ഈ വീഡിയോയുടെ ലെവൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി 50യുടെ ഇൻട്രാഡേ ലെവൽസ് ആണ്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി സെൻസെക്സിന്റെ. അപ്പൊ ആദ്യമേ തന്നെ നിഫ്റ്റിയുടെ നോക്കാം. അപ്പൊ നിഫ്റ്റി നമുക്കറിയാം, ഞാനിവിടെ വരച്ചിരുന്ന പോലെ ഒരു നല്ലൊരു പുള്ളപ്പ്, ഒരു റിവേഴ്സൽ പോയിന്റ് ഉണ്ടായി. 186 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ഫുള്ളി മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തെങ്കിലും ഫുള്ളി ആ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് മാർക്കറ്റ് 22,700 വന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ് ഇപ്പൊ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ആണ്. ട്രെൻഡ് ലൈനും ബാക്കി കാര്യങ്ങളാണ്. അപ്പൊ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് തേഴ്സ്ഡേ വന്ന ക്ലോസിംഗ്, ഫ്രൈഡേ ഹോളിഡേ ആയിരുന്നല്ലോ, അപ്പൊ തേഴ്സ്ഡേ വന്ന ക്ലോസിംഗ് ആണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. 22,713 ആണ് നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നത്. ബൈസൽ വാല്യൂ വന്നത് 22,713.10, 33 പോയിന്റ്സ് അപ്പ്. നമുക്ക് കൺസിഡറബിളി പോയിന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ അത്ര വലിയ മൂവ്മെന്റ് ഒന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരു ഗ്യാപ്പ് ഡൗണിന് ശേഷമാണ് മാർക്കറ്റ് പുള്ളപ്പ് ചെയ്തത്. ഓക്കെ, ഗ്യാപ്പ് ഡൗണിന് ശേഷമാണ്. സാറ്റിസ്ഫാക്ടറി അപ്പ് മൂവ്മെന്റ് അല്ല ഗ്യാപ്പ് അപ്പ് വെച്ച് നോക്കാൻ നേരത്ത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 572 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകി, നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് നൽകി. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി സെൻസെക്സിലെ കാര്യങ്ങളൊക്കെ അതിലോട്ട് വരുമ്പോഴേക്കും ഞാൻ പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇവിടെ 572 പോയിന്റ്സോളം മൂവ് ചെയ്തിട്ടാണ് പിന്നെ താഴെ ഒരു ചെറിയ താഴത്തോട്ട് ഒരു മൂവ്മെന്റ് വന്ന് ഏകദേശം ആവറേജ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 500 പോയിന്റ്സ് ആവറേജ് മൂവ്മെന്റ് മാർക്കറ്റ് നടത്തിയിട്ടുണ്ട്. നിഫ്റ്റിനെ അപേക്ഷിച്ച് 100 to 200 പോയിന്റ്സ് മൂവ്മെന്റ് വരുന്ന നിഫ്റ്റിയിൽ ഈ 500 പോയിന്റ്സ് എന്ന് പറയുന്നത് നല്ലൊരു അപ്പ് മൂവ്മെന്റ് ആണ് തന്നത്. പക്ഷേ പറയാൻ വരട്ടെ, നമ്മൾക്ക് ആ ഇന്നലത്തെ ഒരു ദിവസത്തെ ഇൻട്രാഡേയില് ഉള്ള ബുള്ളിഷ് മൂവ്മെന്റ് കണ്ടിട്ട് നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആയെന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മുടെ ട്രെൻഡ് ലൈൻ ഇപ്പോഴും സെല്ലിലാണ്. സ്വിംഗിലായിക്കോട്ടെ ഷോർട്ട് ടേമിലായിക്കോട്ടെ എല്ലാം സെൽ ട്രെൻഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം ഇൻട്രാഡേ അപ്പ് മൂവ്മെന്റ് കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടില്ല. നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത് ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസസ് ആണ്. മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഓക്കെ നമ്മുടെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസസ് ആ വരുന്നത്. ഈ റെസിസ്റ്റൻസ് ഇതിന്റെ സെൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് പറയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡബ്ല്യു പാറ്റേൺ ഫോർമേഷൻ ഇൻട്രാഡേയിൽ ഫോം ചെയ്തേക്കണ കാണാം. ഓക്കെ, പക്ഷേ ഈ ഡബ്ല്യു പാറ്റേൺ ആക്ടിവേറ്റ് ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ലെവൽസ് ഒക്കെ ക്രോസ് ചെയ്യണം. അതിനകത്ത് ഫസ്റ്റ് ഡബ്ല്യു പാറ്റേൺ ആക്ടിവേഷൻ ആണെങ്കിൽ 23,500 എന്ന ലെവൽ ക്രോസ് ചെയ്യണം. ഞാനിവിടെ മാർക്ക് ചെയ്യാം 23,500. ഇത് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാനത് റെസിസ്റ്റൻസ് 2 ആയിട്ട് ഇത് വരും. 23,500 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് വരും. ഈ ഒരു ലെവല് ഇൻട്രാഡേയിൽ ക്രോസ് ചെയ്താൽ അത്ര വലിയ മൂവ്മെന്റ് ഒന്നും ബുള്ളിഷ് പ്രതീക്ഷിക്കരുത്. ഒരു 50 പോയിന്റ്സ് ഒക്കെ അപ്പ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. 1 അവർ ടൈം ഫ്രെയിമില് 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക ഇൻട്രാഡേയിൽ ചെയ്യണവര്. അത് മാത്രമല്ല, നമുക്ക് ഈ 53,500 റെസിസ്റ്റൻസിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അതിന് മുമ്പ് ഒരു കടമ്പ കടക്കാനുള്ളത് 23,000 എന്ന ലെവലാണ്. ഇത് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. 23,000 ഇത് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ അറ്റ്ലീസ്റ്റ് ഇൻട്രാഡേയിൽ ബൈ ട്രെൻഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴും ഷോർട്ട് ടേമിലും സ്വിംഗിലും ഒക്കെ സെൽ ട്രെൻഡ് ആയതുകൊണ്ട് ഒരു ദിവസം ബുള്ളിഷ് ആയിട്ട് പോയതുകൊണ്ട് കാര്യമില്ല. കാര്യം ഈ വാറിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീക്ക്ലി അനാലിസിസ് വീഡിയോ ഇന്നലെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ പോകുന്നത്, ഇനി എന്തൊക്കെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം, ഏതൊക്കെ റെസിസ്റ്റൻസ് വീക്ക്ലിയിൽ ക്രോസ് ചെയ്യണം, ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടണിൽ കാർഡിലും അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 23,000 ആണ് റെസിസ്റ്റൻസ് 1 വരാൻ പോകുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് നമ്മുടെ ഡബ്ല്യു പാറ്റേണിന്റെ റൈറ്റ് ഷോൾഡർ ആണ്. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്ന കാര്യം മാർക്കറ്റ് ഏറ്റവും താഴെ വരെ പോയ ലെവലാണ്. ഇത് 22,200 ആയിട്ട് വരും. ഓക്കെ, 22,200 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഇൻട്രാഡേയിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു, ഒരു 1 അവർ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, ഈ ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് 1 അവർ ബെയറിഷ് ക്യാൻഡിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ഫോം ചെയ്യുവാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, വീണ്ടും മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റിലോട്ട് പോകാൻ പോവുകയാണെന്ന്. ഇത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അഥവാ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ലെവൽസ് ഞാൻ ഓൾറെഡി വീക്ക്ലി അനാലിസിസ് വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് ലെവൽസ് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ മാർക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് അനാലിസിസ് ചെയ്യാനും ഇൻട്രാഡേയിലായിക്കോട്ടെ, സ്വിംഗിലായിക്കോട്ടെ, ഓപ്ഷൻസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇക്വിറ്റിയിലായിക്കോട്ടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മെന്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി കറക്റ്റ് ആയിട്ട് ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യാനും എൻട്രി എടുക്കാനും പിന്നെ ഓവർ ട്രേഡ് ചെയ്ത്
ലോസ് വരുമ്പോൾ എങ്ങനെയാണ് ആ ലോസ് റിക്കവർ ചെയ്യാൻ, ഓൾറെഡി ലോസ് വന്നു അതെങ്ങനെ റിക്കവർ ചെയ്ത് തിരിച്ച് പിടിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് പഠിപ്പിക്കുന്നതായിരിക്കും. മെന്റേഴ്സിന്റെ സപ്പോർട്ടോടെ ലൈഫ് ടൈം ആക്സസും ലൈഫ് ടൈം വാട്സ്ആപ്പ് സപ്പോർട്ടും ലൈഫ് ടൈം കോഴ്സ് ആക്സസോട് കൂടി നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഞാൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യം ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നോ ഇന്ന സ്ട്രൈക്ക് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നോ പറയുന്നില്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിം വർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബിനോക്കി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂൾ 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999 റുപ്പീസിന്റെ കോഴ്സും നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി 9999, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതിന് 9999, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999. ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിംഗിൽ ഒരുപാട് ഡിഫിക്കൽട്ടി അനുഭവിക്കുകയാണെങ്കിൽ, അതായത് ചെറിയ ചെറിയ ട്രേഡ് നേടി ചെറിയ പ്രോഫിറ്റ് നേടി ഒറ്റ ട്രേഡ് കൊണ്ട് എല്ലാം നഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഓവർ ട്രേഡിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് പറയാനുള്ള മാർക്കറ്റിൽ നിന്ന് മാറി നിന്ന് കൂടുതൽ ഒബ്സർവ് ചെയ്ത് പഠിക്കേണ്ട സമയമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിലാണ് നമ്മളെ മാർക്കറ്റ് ബിഗിനർ ലെവലായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ ഇൻഡെപ്ത് ആയിട്ട് കോഴ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു സമയത്തൊക്കെ മാർക്കറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സമയത്തൊക്കെ, വോളറ്റിലിറ്റി കൂടുതലുള്ള സമയത്തൊക്കെ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ കോഴ്സിൽ ധാരാളമായി വന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ബാക്ക് ടു ദ ടോപ്പിക്. ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ കഴിഞ്ഞ വെനസ്ഡേ മാർക്ക് ചെയ്തിരുന്നത് നമ്മുടെ 50,000 സപ്പോർട്ട് 1 ആണ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കണ്ടോ, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വർക്ക് ചെയ്തെന്ന് പറയുന്നത് കറക്റ്റ് ആ സപ്പോർട്ട് മീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, 2 തവണയാണ് ആ സപ്പോർട്ട് മീറ്റ് ചെയ്തത്. കറക്റ്റ് ആയിട്ട് ആ ലെവലിൽ വന്നപ്പോൾ റിവേഴ്സ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. കാര്യം മാർക്കറ്റിൽ വോർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ വരക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും കറക്റ്റ് ആയാൽ, കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് നേടാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ പറയാനുള്ള 700 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. അതിനുശേഷം 52,000 റെസിസ്റ്റൻസ് 1 ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ മാത്രമേ ബ്രേക്ക് ഔട്ട് നടക്കുള്ളൂ. പക്ഷേ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺഫോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ 1 അവറിൽ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വലുതാക്കി കാണിച്ചു തരാം. കണ്ടോ, 1 അവറിൽ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 556 വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കണം ഗൈസ്. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പുതിയ വാല്യൂസ് നമുക്ക് വരക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ക്ലോസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് തേഴ്സ്ഡേ ക്ലോസിംഗ് വരുന്നത് 51,556 ആണ് നമ്മുടെ തേഴ്സ്ഡേ. ഈ കഴിഞ്ഞ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നത്. ഫ്രൈഡേ നമുക്ക് ഹോളിഡേ ആയിരുന്നു, ഗുഡ് ഫ്രൈഡേ ഹോളിഡേ ആയിരുന്നു. CLO തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് 51,548.75 പ്ലസ് 100 പോയിന്റ്സ്. ഇവിടെ പോയിന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ പോയിന്റ് ആണ്, പക്ഷെ വീക്ക്ലിയിലും വളരെ ചെറിയ മൂവ്മെന്റ് ആണ്. പക്ഷേ ഇൻട്രാഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇൻട്രാഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ് ഡൗണും കഴിഞ്ഞ് താഴെ വന്നിട്ട് മൂവ്മെന്റ് വന്നത് ക്ലോസ് ചെയ്ത ലെവൽ വെച്ച് നോക്കിയാൽ തന്നെ 1580 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് ആണ് കിട്ടിയത്. ആ സപ്പോർട്ടിൽ നിന്ന് റീട്രേസ് ചെയ്ത് 1580 പോയിന്റ്സ് ആണ്. നല്ലൊരു മൂവ്മെന്റ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർ ഈ ഒരു മൂവ്മെന്റ് എടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ പ്രോഫിറ്റ് നേടാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രാഡേയിൽ തേഴ്സ്ഡേ അപ്പ് മൂവ്മെന്റ് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമായില്ല. ഇനിയും മാർക്കറ്റ് വോളറ്റൈൽ ആണ്, വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ റിഫ്ലക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവും. സെല്ല് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഷോർട്ട് ടേമിലും ഇൻട്രാഡേയിലും
അതുപോലെ തന്നെ സ്വിംഗിലും ഒക്കെ ഒരു നെഗറ്റീവ് ഫോള് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ FII-DII ഡാറ്റ നോക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെയിലിയിൽ കാണിച്ചു തരാം. കഴിഞ്ഞ 30th മാർച്ച് സെൽ ഓഫ് ചെയ്തത് 11,163 crores ആണ്. പിന്നെ നമ്മൾ ഇത്തിരി പിടിച്ചു നിന്നത് 14,894 DII ബൈയിങ് ഉണ്ടായിരുന്ന കൊണ്ടാണ്. അപ്പൊ അതും കൺസിഡറേഷനിൽ എടുക്കണം. അപ്പോൾ ഇത് വെച്ച് വേണം നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനായിട്ട്. വീക്ക്ലി നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കിക്കഴിഞ്ഞാൽ -2.78% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ്. മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ -12.93% ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. പെർസെന്റേജ് വൈസ് ഇൻട്രാഡേ മൂവ്മെന്റ് 0.19% അപ്പ് മൂവ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ലെവൽസ് ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു W പാറ്റേൺ കാണാം. ടെക്നിക്കൽ വൈസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നോക്കാറുള്ളത് W പാറ്റേൺ ആക്ടിവേറ്റ് ആകുന്ന ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 52,000 എന്ന് പറയുന്ന ലെവലാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇൻട്രാഡേ ലെവലായിട്ട് വരുന്നത്. 52,000 51,995 ആണ്. റൗണ്ടപ്പ് ആയിട്ടാണ് ഞാൻ 52 എടുത്തേക്കുന്നത്. 52,000 ആയിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ടെക്നിക്കൽ രീതിയിൽ 54,000 ആയിരിക്കും നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. കാര്യം വാർ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ അനലൈസ് ചെയ്യണം. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് ടു. കാര്യം 52,000 ഇൻറ്റു 54,000 തമ്മിലുള്ള ഇൻട്രാഡേ ലെവൽ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ 2,000 പോയിന്റ്സ് ഡിഫറൻസ് ഉണ്ട്. ഈ 2,000 പോയിന്റ്സ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ദിവസം കൊണ്ട് മൂവ് ചെയ്യാൻ പോകുന്നില്ല. അത് മാത്രമല്ല മാർക്കറ്റ് അൺസർട്ടനിറ്റി, ഗ്ലോബൽ അൺസർട്ടനിറ്റി, വാർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ W പാറ്റേൺ ആക്ടിവേറ്റ് ആയാലും ഒരു 50 to 60 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് പ്രതീക്ഷിച്ചാൽ മതി. ഓവർ ട്രേഡ് ചെയ്യരുത്. ഒരു ആവറേജ് ലെവൽ വരെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലായ ഇവിടം വരെയൊക്കെ നോക്കിയാൽ മതി. ടെക്നിക്കൽ വൈസ് നമുക്ക് 54,000 വരെ പോകാം. ഇൻട്രാഡേയിൽ ഒരു ദിവസം കൊണ്ടല്ല, പല ദിവസം കൊണ്ട് 54,000 വരെ പോകാം. ഈ W പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് ആക്ടിവേറ്റ് ആയാൽ, അതായത് കാര്യം ഇതിന്റെ ആക്ടിവേഷൻ ലെവൽ ഇവിടെയാണ്. അതുകൊണ്ടാണ് അത് തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇത് ഒരു കുറച്ച് റെസിസ്റ്റൻസ് ലെവൽ ഇവിടം വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഡോട്ടഡ് ലൈൻ ആയിട്ട് ഇടാം. അത്രയും വരെയൊക്കെ എടുത്താൽ മതി. അഥവാ ബ്രേക്ക് ഔട്ട് ആയാലും. കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ്. അതേസമയം വാറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഒരു 54,000 വരെ W പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആകുമെന്ന് പറയാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 5500 ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 5500 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ പോണ. ഞാനിവിടെ കറക്റ്റ് എടുത്തോട്ടെ. 5500 ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. പിന്നെ വരാൻ പോകുന്ന അടുത്ത സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 50,000. ഇതായിരിക്കും അടുത്ത സപ്പോർട്ട് ലെവൽ വരാൻ തന്നെ. രണ്ട് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ആണ്. ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. ഈ 50,000 എന്ന ലെവല് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്തുന്നതായിരിക്കും. W പാറ്റേൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ഇപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് ട്രേഡ് ചെയ്തില്ലെങ്കിൽ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ വലിയ ലോസിൽ വരികയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. പ്രത്യേകിച്ച് 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ കാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. 1 അവർ ബെയറിഷ് ബ്രേക്ക് ഔട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇതിനകത്ത് 50,000 അവിടെ വന്നേച്ചു ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഓക്കെ, ഒരു ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ബ്രേക്ക് ഔട്ട് ചെയ്യരുത്. ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്ത് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു റെഡ് കാൻഡിലാണ് ഫോർമേഷൻ ഉണ്ടാകണമെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് നടക്കുന്നതായിരിക്കും. വളരെയധികം സൂക്ഷിക്കുക. മാർക്കറ്റിന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ട്രെൻഡ് ലൈൻ വെച്ച് നോക്കിയാലും ഇൻട്രാഡേയിൽ സെൽ ട്രെൻഡ് ആണ്. സെൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. കണ്ടോ, സെൽ ട്രെൻഡിൽ തന്നെയാണ്. സെൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. അതും നോട്ട് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ സെൽ ട്രെൻഡ് ലൈനിന്റെ മെയിൻ ഒരു റെസിസ്റ്റൻസ് ലെവലും കൂടിയാണിത്. അതുകൊണ്ടാണ് അത് കണ്ടോ, രണ്ട് ലെവലും തമ്മിൽ ക്രോസ് ഔട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടോ, അതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഞാൻ കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല. കാര്യം ഇതൊക്കെ കോഴ്സിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ ഈ ഒരു ക്രോസിംഗ് പോയിന്റ് ലെവൽ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. നിഫ്റ്റി 50 ടോപ്പ് ഗെയിനേഴ്സ് വന്നത് HCL Tech, Techem, Tata Consumables, Wipro, Infi, Hindalco, TCS, Bajaj Finance, HDFC Bank, Nestle, India, Bell, Maruti, Bharti Airtel, Kodak Bank, Axis Bank, Dr. Reddy, Titan, ICICI Bank, ITC, TMPV എന്നിവയൊക്കെയാണ് നിഫ്റ്റി 50യുടെ ടോപ്പ് ഗെയിനേഴ്സ് വന്നത്. ലൂസേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും വലിയ ലൂസർ വന്നത് ഏഷ്യൻ പെയിന്റ്സ്. അതിന്റെ പുറകെ ഇച്ചർ മോട്ടോഴ്സ്, സൺഫാർമ, ഇറ്റേണൽ, ബജാജ് ഓട്ടോ, NTPC, ഗ്രാസിം, HDFC ലൈഫ്, റിലയൻസ്, മാക്സ് ഹെൽത്ത്, SBI ലൈഫ്, അൾട്രാ സിമെന്റ് കോ, ശ്രീറാം ഫൈനാൻസ്, ജിയോ ഫൈനാൻസ്, M&M, ONGC, പവർ ഗ്രിഡ്, ടാറ്റ സ്റ്റീൽ, അദാനി ആൻഡ് JSW സ്റ്റീൽ എന്നിവയൊക്കെയാണ്. ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് വന്നത് HDFC ബാങ്ക് ആണ്. ഏറ്റവും വലിയതായിട്ട് 1.18% ഗെയിൻ ഉണ്ടായി. അതിന്റെ തൊട്ട് പുറകെ യൂണിയൻ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, കൊഡാക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, PNB ബാങ്ക്, ICICI ബാങ്ക്, SBIN എന്നിവയൊക്കെയാണ് ലൂസേഴ്സ് വന്നത്. ഏറ്റവും വലിയ ലൂസർ വന്നത് ഇൻഡസ് ഇന്ത്യൻ ബാങ്ക് ആണ്. അതിന്റെ പുറകെ ബാങ്ക് ഓഫ് ബറോഡ, ഫെഡറൽ ബാങ്ക്, AU ബാങ്ക്, കാനറ ബാങ്ക്, യെസ് ബാങ്ക് ഇവയൊക്കെയാണ്
ബാങ്ക് നിഫ്റ്റിയിൽ ലൂസേഴ്സ് വന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്ടർ വൈസ് ഇൻഡസ്ട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസ് നോക്കിയാൽ കമ്പാരിറ്റീവ്ലി ബെയറിഷ് ആയിട്ടും ബുള്ളിഷ് ആയിട്ടും പോയിട്ടുണ്ട് സെക്ടേഴ്സ്. പക്ഷെ ബെയറിഷ് ആയി പോയ സെക്ടേഴ്സ് എല്ലാം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ആ ഇൻഡസ്ട്രീസ് ആണ് മെയിൻ ആയിട്ട് ബെയറിഷ് ആയിട്ട് പോയത്. മൾട്ടി ക്യാപ്പ് ഒക്കെ താഴ്ത്തു പോയി. അതേസമയം മൈക്രോ ക്യാപ്പ് ഒക്കെ 1%ന്റെ മുകളിൽ നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ്, നിഫ്റ്റി 500, നിഫ്റ്റി FPI 150, നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി 50 ഇതൊക്കെ 1%ന്റെ താഴെയാണെങ്കിലും ബുള്ളിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത്. ബാക്കിയെല്ലാം 1%ന്റെ താഴെ ബെയറിഷ് ആയിട്ടാണ് മൂവ് ചെയ്തത് സെക്ടർ. അതുകൊണ്ടാണ് ഞാൻ ഫ്ലാറ്റ് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷമാണ് റിക്കവർ ചെയ്തത്. ആ ഗ്യാപ് ഡൗൺ ക്ലോസ് ചെയ്തു എന്നേ നമുക്ക് എടുത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മൊത്തം പോയിന്റ് മൂവ്മെന്റ്സ് നോക്കാൻ നേരത്ത് വളരെ ചെറിയ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളൂ. ഇനി സെക്ടോറിയൽ ഇൻഡസ്ട്രീസിൽ ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തത് നിഫ്റ്റി IT, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി MSIT ടെലികോം. ഈ നിഫ്റ്റി IT, നിഫ്റ്റി MSIT ടെലികോം 2%ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ട് കാണിച്ചു. പിന്നെ ബാക്കിയെല്ലാം നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 2550, FMCG, നിഫ്റ്റി മെറ്റൽ ഇതെല്ലാം 1%ന്റെ താഴെയാണ് ബുള്ളിഷ് ആയിട്ട് കാണിച്ച. ബാക്കി എല്ലാ സെക്ടേഴ്സും 1%ന്റെ താഴെ ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഫിനിഫ്റ്റിയിലോട്ട് കടക്കാം. അപ്പൊ ഫിനിഫ്റ്റിയില് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊന്ന് മിനിമൈസ് ചെയ്തോട്ടെ. ഫിനിഫ്റ്റിയിൽ നമ്മൾ വരച്ചിരുന്ന ലെവൽസ് ഇതൊക്കെയാണ്. ഞാനൊന്ന് ജസ്റ്റ് മിനിമൈസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എക്സ്പാൻഡ് ചെയ്തോട്ടെ. നമ്മൾ പറഞ്ഞിരുന്ന 60 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. അത് തൽക്കാലം കൺസിഡർ ചെയ്യേണ്ട. ഏതെങ്കിലും ഒരു വശത്തോട്ട് മൂവ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ ഇവിടെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ കണ്ടോ, അപ്പ് ആൻഡ് ബുള്ളിഷ് ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കടന്ന് ഈ സോണിന്റെ അകത്ത് തന്നെ ട്രേഡ് ചെയ്തു. ഞാൻ പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആണോ എന്നെങ്കിൽ 24,500 അല്ലെങ്കിൽ 23,500 എന്ന സപ്പോർട്ട് ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ബ്രേക്ക് അപ്പോ ചെയ്യണോ എന്ന് പറഞ്ഞത്. രണ്ടും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സോണിൽ തന്നെ ട്രേഡ് ചെയ്തു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ വരച്ച സപ്പോർട്ട് ലെവല് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് കടക്കാം. അപ്പൊ ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. ഇന്ന് വന്ന മാർക്കറ്റ് ക്ലോസിംഗ് എന്ന് പറയുന്നത് 24,043 ആണ് നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നത്. ഫ്രൈഡേ ഹോളിഡേ ആയിരുന്നല്ലോ. തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നത് ബൈസെൽ വാല്യൂ വന്നത് 24,041.55 പ്ലസ് 59 പോയിന്റ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്. പോയിന്റ് വൈസ് നോക്കാൻ നേരത്ത് വളരെ കുറവ് പോയിന്റ്സ് ആണ്. ആവറേജ് വാല്യൂ ആയ 150 to 200 പോയിന്റ്സ് മീറ്റപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ആക്ച്വൽ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 671 പോയിന്റ്സ് മൂവ് അപ്പ് ചെയ്തു. ഗ്യാപ്പും ക്ലോസ് ചെയ്താണ് മൂവ് അപ്പ് ചെയ്തത്. അത് നമ്മൾ കൺസിഡറബിളി നല്ലൊരു ഇൻട്രാഡേയിൽ ബുള്ളിഷ് ആയിട്ട് കാണും. പക്ഷേ മാർക്കറ്റ് ഇപ്പോഴും സെൽ ട്രെൻഡിൽ തന്നെയാണ്. ഇവിടുത്തെ ട്രെൻഡ് ലൈൻ വരച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ട്രെൻഡ് ലൈനിന്റെ റെസിസ്റ്റൻസസ് വരുന്നത് ഇവിടെ, ഇവിടെ, ഇവിടെ ഇതൊക്കെയാണ് റെസിസ്റ്റൻസസ് വരുന്നത്. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു W പാറ്റേൺ കാണാം. പക്ഷേ ടെക്നിക്കൽ വഴിയായിട്ട് W പാറ്റേൺ ഉണ്ടായിട്ട് കാര്യമില്ല. അത് ആക്ടിവേറ്റ് ആകണം. അല്ലാതെ W പാറ്റേൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വരച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ടെക്നിക്കൽ രീതിയിൽ നമ്മളത് നോക്കുന്ന കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ മാർക്കറ്റ് പ്രഡിക്ഷൻ അല്ല ചെയ്യുന്നത്, ഞാൻ ടെക്നിക്കൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ W പാറ്റേൺ ഉണ്ട്. അതിന്റെ ആക്ടിവേഷൻ ലെവൽ വരുന്നത് ഇവിടെ കൊണ്ടാണ്. ഈ ഒരു പോയിന്റ് കൊണ്ടാണ് ആക്ടിവേഷൻ ലെവൽ വരുന്നത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഫിനിഫ്റ്റിയുടെ വാല്യൂസ് മാർക്ക് ചെയ്യാം ഇൻട്രാഡേക്കുള്ളത്. ഇവിടെ ഇനി നമുക്ക് നോക്കാൻ പറ്റാവുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ നമ്മുടെ W പാറ്റേണിന്റെ ആക്ടിവേഷൻ ലെവൽ തന്നെയാണ് എടുക്കുന്നത്. റെസിസ്റ്റൻസ് ലെവലായിട്ട് ഇത് 24,200 എന്ന ലെവലാണ്. 24,200 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ W പാറ്റേൺ ഉണ്ടെങ്കിൽ അത്ര ഇത് ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കരുത് ഈ കേസിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ അഥവാ ബ്രേക്ക് ഔട്ട് നടന്നാലും 50 to 60 പോയിന്റ്സ് മാക്സിമം മൂവ് ചെയ്യുള്ളൂ. അത് മനസ്സിൽ വെക്കുക. 24,800 ആയിരിക്കും ടെക്നിക്കൽ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതും ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ ഇതും ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാര്യം ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ 24,800 ബ്രേക്ക് ഔട്ട് ആയാൽ നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടക്കും. സെൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടക്കും. നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു വലിയ മൂവ്മെന്റ് അല്ല, നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. അതേസമയം 24,200 ആണ് 1 hour ടൈം ഫ്രെയിമിൽ 1 hour ക്യാൻഡിൽ കൺഫർമേഷൻ എടുത്ത് ബ്രേക്ക് ഔട്ട് ആവുന്നതെങ്കിൽ നമുക്ക് ഒരു കുറച്ച് വലിയൊരു 24,800 വരെ അല്ല, നല്ലൊരു കുറച്ച് ബുള്ളിഷ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, കുറച്ച് ബുള്ളിഷ് മൂവ്മെന്റ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാനിവിടെ വരച്ചിടാം. ഒരു ചെറിയ ഒരു 50 പോയിന്റ്സോളം ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിലും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓവർ ട്രേഡ് ചെയ്താൽ വിചാരിച്ച പോലെ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉള്ളതുകൊണ്ട് അതനുസരിച്ചുള്ള മൂവ്മെന്റ് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ സപ്പോർട്ട് ലെവൽ നമ്മളെ അറിയാലോ. ഇവിടുത്തെ W പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ആണെന്നും കൂടി പറയാം. നല്ലൊരു രണ്ടിടത്തും സപ്പോർട്ട് മീറ്റ് ചെയ്ത പാറ്റേണും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലെവലായ 23,400
ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ലെവലാണ് ഈ കേസിൽ. കാര്യം 2 തവണ സപ്പോർട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു 1 അവർ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്താൽ മാർക്കറ്റ് ഈ ഒരു സോണിൽ റിവേഴ്സ് ചെയ്യും. ഓക്കെ, അതേസമയം ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്യണമെങ്കിൽ നല്ല ഹെവി മർബോസു അല്ലെങ്കിൽ ബെയറിഷ് എൻകൽപ്പിംഗ്, ഇൻവേർട്ടഡ് ഹാമർ, ഇതൊക്കെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ക്യാൻഡിൽസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് മെയിൻ ക്യാൻഡിൽസ് ബേസിക് ആയിട്ടെങ്കിലും നമ്മൾ നോക്കേണ്ടത്. ഒരു റെഡ് ക്യാൻഡിൽ നോക്കേണ്ടത്. അപ്പോൾ ഇത് ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നതായിരിക്കും. ഡിസ്ക്ലെയിമർ ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് അഥവാ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതുപോലെ ലെവൽസ് മാറും. ഗ്യാപ്പ് ഡൗൺ ആണ്, അതായത് മാർക്കറ്റ് ഇവിടെ വല്ലോ ആണ് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ 23,400 റെസിസ്റ്റൻസ് 1 ആയിട്ട് മാറും. ഇത് റെസിസ്റ്റൻസ് 1 ആയിട്ട് മാറും. 24,200 റെസിസ്റ്റൻസ് 2 ആയിട്ട് മാറും. പിന്നെ 24,800 റെസിസ്റ്റൻസ് 3 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എവിടെ ഓപ്പൺ ചെയ്യണം അതനുസരിച്ച് വേണം ലെവൽസ് എടുക്കാൻ. ലെവൽസ് മാറുന്നില്ല, പക്ഷെ സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നതും ഇത് മാർക്ക് ചെയ്യുന്നതും മാറുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് നോക്കാം. അപ്പൊ സെൻസെക്സിലും സെയിം തന്നെ ഡബ്ല്യു പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. അതിന് മുമ്പ് ഈ ഗ്യാപ്പിനെ കുറിച്ചൊന്ന് ഞാൻ പറഞ്ഞോട്ടെ. അതായത് 743 പോയിന്റ്സ് ഉണ്ടായിരുന്ന ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഈ സപ്പോർട്ട്, അതായത് നമ്മൾ വരച്ചിരുന്ന 72,000 സപ്പോർട്ട് 1 മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ കാണാം കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്തിട്ടാണ് പുള്ളപ്പ് ചെയ്ത് 73,315 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. അത് മാത്രമല്ല 74,000 റെസിസ്റ്റൻസ് 1 എത്തുന്നതിന് മുമ്പ് തന്നെ ആവറേജ് മൂവ്മെന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആവറേജ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഗ്യാപ്പും കഴിഞ്ഞ് എത്ര മൂവ്മെന്റ് വരുന്നെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 1,823 പോയിന്റ്സ് നമ്മൾ പറയാറുണ്ട്. സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1,000 പോയിന്റ്സ് ആണ്. ഇത് 1,823, ഏകദേശം 2,000ന്റെ അടുത്ത്, 2,000ന് 200 പോയിന്റ്സ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അത്രയും മൂവ് ചെയ്തപ്പോൾ പിന്നെ മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള കരുത്തില്ലാതെ പിന്നെ മാർക്കറ്റ് 73,315 വന്ന് ക്ലോസ് ചെയ്തു. അപ്പൊ ഇത് വെച്ച് ബാക്കിയുള്ള മാർക്ക് ചെയ്യാം. അപ്പൊ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നത് 73,315 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്തോട്ടെ. 73,315 ആണ് നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ പിന്നെ എല്ലാവരും ഓർത്ത് ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സെൻസെക്സിന്റെ എക്സ്പയറി ആയിരുന്നു തേഴ്സ്ഡേ. അപ്പോൾ ഓർത്ത് എല്ലാവരും കോൺട്രാക്ട് ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇയർ എൻഡിങ് ആയതുകൊണ്ട് എന്താണ് ക്ലിയറൻസ് ഡേയും കൂടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഷെയർസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്ലിയറിംഗ് വരാൻ പോകുന്നത് ഈ വരുന്ന മൺഡേ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നാളെ ആയിരിക്കും, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടെ ട്രെൻഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കാണാം നല്ല സെൽ ട്രെൻഡ് ലൈൻ തന്നെയാണ്. ഇൻട്രാഡേയിലും നമ്മുടെ സ്വിംഗിലും ഷോർട്ട് ടേമിലും എല്ലാം സെൽ ട്രെൻഡ് ആണ്. അവിടെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് ആ ഒരു ഇയർ എൻഡിങ്ങിന് മാത്രം മൂവ് ചെയ്തു എന്ന് മാത്രമേ നമുക്ക് എടുത്ത് പറയാൻ പറ്റുള്ളൂ. ഇത് പിന്നെ ഇവിടെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഡബ്ല്യു പാറ്റേൺ നമുക്ക് കാണാം. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടെ. ഡബ്ല്യു പാറ്റേൺ കണ്ടോ, ഇതാണ് നമ്മുടെ ഡബ്ല്യു പാറ്റേൺ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡബ്ല്യു പാറ്റേണിന്റെ ആക്ടിവേഷൻ ലെവൽ വരുന്നത് ഇവിടെയാണ്. ഇതൊക്കെ വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിലോട്ട് കടക്കാം. അതിന് മുമ്പ് നമ്മുടെ ആവറേജ് മൂവ്മെന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ +185 പോയിന്റ്സ് ആണ് മൂവ്മെന്റ് വന്നത്. ബൈസെൽ വാല്യൂ 73,319.55, 0.25% ആണ് പെർസെന്റേജ് വൈസ് മൂവ്മെന്റ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് തലേ ദിവസത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ അത്രയും മൂവ്മെന്റേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി അത്രയും ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടായിട്ടാണ് പിന്നെ പുള്ളപ്പ് ചെയ്തത്. അപ്പൊ അത് നിങ്ങൾ കൺസിഡറേഷനിൽ എടുക്കണം. നമുക്കിനി ഇൻട്രാഡേ വാല്യൂസ് വരുത്താം. ഇവിടെ എടുത്തു പറയാനുള്ളത് ഡബ്ല്യു പാറ്റേൺ കണ്ടിട്ട് ചാടി വീണ് പാറ്റേൺ മാത്രം അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്ത് ലോസിലോട്ട് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നമുക്കിനി നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽസ് 74,000 ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവല്, ഞാൻ കറക്റ്റ് ഒന്ന് എടുത്തോട്ടെ. 74,000. പിന്നെ വരുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവല് ഒരു 1,000 പോയിന്റ്സ് നെക്സ്റ്റ് അപ്പ് ആയിട്ട് വരുന്ന 75,000. പിന്നെ വരാൻ പോകുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ 76,000. ഈ 3 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യാം. 74,000 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1, പിന്നെ വരുന്നത് 75,000 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2, പിന്നെ 76,000 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 3. ഓക്കെ, ഇങ്ങനെ 3 ലെവൽസ് ആണ് റെസിസ്റ്റൻസിൽ വരുന്നത്. സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 72,500 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 72,500 കറക്റ്റ് എടുത്തോട്ടെ. 72,500 ഇവിടെ കൊണ്ടുവരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് എടുക്കേണ്ടത്. ഇൻട്രാഡേ സപ്പോർട്ട് 1. പിന്നെ വരുന്നത് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ 71,500 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 71,500 ഇതായിരിക്കും നമ്മുടെ
നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത്, അതായത് സപ്പോർട്ട് ലെവൽ ഇൻട്രാഡേ സപ്പോർട്ട് ലെവൽ 2 വരുന്ന ഇതാണ്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ലെവൽസ് നമ്മുടെ സെൻസെക്സിൽ വരുന്നത്. സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഇൻട്രാഡേയിൽ 1 അവർ ടൈം ഫ്രെയിമിൽ 1 അവർ ക്യാൻഡിൽ കൺഫർമേഷൻസ് എടുക്കുക, സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. അപ്പൊ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് കിട്ടും. ബിഗിനർ ലെവലിലുള്ള ആൾക്കാർ മാർക്കറ്റ് ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് കണ്ട് ട്രേഡ് ചെയ്തില്ലെങ്കിൽ വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ടൈമിലും എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി 4199 ആണ് കോഴ്സ് പ്രൈസ്. ലിമിറ്റഡ് ടൈമിൽ ഈ ഓഫർ ഉള്ളു. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്ത് ഈ ലെവൽസ് ഒക്കെ എങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്നും ഈ ഏതൊരു ടൈമിലാണെങ്കിലും വോർ ആയിക്കോട്ടെ, ഗ്യാപ്പ് അപ്പ് ആയിക്കോട്ടെ, ഗ്യാപ്പ് ഡൗൺ ആയിക്കോട്ടെ, സൈഡ് വേസ് ആയിക്കോട്ടെ, മാർക്കറ്റ് എങ്ങനെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് നേടാൻ വിചാരിച്ച പോലെയുള്ള പ്രൊഫഷണൽ ട്രേഡിംഗ് ചെയ്യാവുന്ന ബേസിക് ടു അഡ്വാൻസ് നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. റെക്കോർഡിംഗ്സ് ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, ഓഫ്ലൈനും വന്ന് നമ്മളെ കമ്പനിയിൽ വന്ന് പഠിക്കാം. അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നാളത്തെ അനാലിസിസ്ക്ക് അതുവരേക്കും താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗുഡ് നൈറ്റ്.